ഒരു ഇല്ലീഗൽ ബോക്സിംഗ് മാച്ച് കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അവിടെയുള്ള എല്ലാവരും ബെറ്റ് വെക്കുന്നത് കാർട്ടർ ഫോർഡ് എന്ന ഫൈറ്ററിന് വേണ്ടിയാണ്. കാർട്ടർ എന്ന ഫൈറ്റർ തന്റെ എതിരാളികളെയൊക്കെ ഇടിച്ച് തൂഫാനാക്കുന്നുണ്ട്. ഈ സമയമാണ് ഫ്രാങ്കി എന്ന സ്ത്രീ ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരാളോട് പുള്ളിക്കാരി കാർട്ടർ ഫോർഡ് ആരാണ് എന്ന് ചോദിച്ചു. ദേ ആ ഫൈറ്റ് ചെയ്യുന്നവൻ തന്നെയാണ്. ഏത് തല്ല് കൊടുക്കുന്നവനോ തല്ല് കൊള്ളുന്നവനോ ആ തല്ല് കൊടുക്കുന്നവൻ തന്നെയാണ്. അവനാണ് കാർട്ടർ ഫോർഡ്. തുടർച്ചയായി 6 ഫൈറ്റ്സ് ആണ് അവൻ ജയിക്കുന്നത്. സോ തുടർച്ചയായി 6 ഫൈറ്റ്സ് വിജയിച്ച കാർട്ടർ ഫോർഡ് കാണികളിൽ നിന്ന് ഇനി ആരാണ് തന്നെ ചാലഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആൾക്കുറപ്പാണ് ആർക്കും തന്നെ തോൽപ്പിക്കാൻ ആവത്തില്ല എന്ന്. ഈ സമയമാണ് നമ്മുടെ കഥാനായകന്റെ എൻട്രി. ഹീറോ ജാക്കറ്റും തൊപ്പിയൊക്കെ ധരിച്ചിട്ടാണ് റിങ്ങിൽ കയറിയത്. അപ്പോൾ എല്ലാവരും പറയാണ്, ഏതാണ് ഈ മണ്ടൻ അടി കൊള്ളാനായി റിങ്ങിലേക്ക് പോകുന്നേ, ഇവന് ജീവനിൽ കൊതിയൊന്നുമില്ലേ? എന്നാൽ ഹീറോ അവിടെ പോയി ഇരുന്ന് തന്റെ തൊപ്പിയും ജാക്കറ്റും അഴിച്ചു. അങ്ങനെ കാണികൾ എല്ലാവരും ഹീറോനെ കണ്ടപ്പോൾ സൈലന്റ് ആയി. എല്ലാവർക്കും മനസ്സിലായി ഇത് എൽവുഡ് ഡാൽട്ടൺ ആണ് എന്ന്. ഡാൽട്ടൺ ഒരു UFC ബോക്സർ ആയിരുന്നു. തന്റെ എതിരാളിയെ ബോക്സിംഗ് മാച്ചിൽ കൊന്നതിന് UFC ഡാൽട്ടണിനെ ബാൻ ചെയ്തു. ഇതുവരെ ഒരു മാച്ച് പോലും ഡാൽട്ടൺ പരാജയപ്പെട്ടിട്ടില്ല. സോ തന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എത്തിയത് വേറെ ആരുമല്ല, ഡാൽട്ടൺ ആണ് എന്ന് അറിഞ്ഞ് തുടർച്ചയായി 6 തവണ ഫൈറ്റ്സ് വിജയിച്ച കാർട്ടർ റിങ്ങിൽ നിന്ന് പേടിച്ച് പിന്മാറി പോവുകയാണ്. കാർട്ടറിന്റെ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ പറയുന്നുണ്ട്, കാർട്ടർ നീ പിന്മാറരുത്, പിന്മാറിയാൽ നമ്മൾ എല്ലാവരും ബെറ്റ് വെച്ച തുക നമ്മൾക്ക് കിട്ടത്തില്ല എന്ന്. അപ്പോൾ കാർട്ടർ പണത്തേക്കാൾ വലുത് ജീവനാണ്, അവൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. സോ ഫൈറ്റ് പോലും ചെയ്ത് നമ്മുടെ ഹീറോ തന്നെ ഫൈറ്റിൽ വിജയിച്ചു. അങ്ങനെ എല്ലാവരും കാർട്ടറിന്റെ മേൽ ബെറ്റ് വെച്ച തുക നമ്മുടെ ഹീറോക്ക് കിട്ടുകയാണ്. ശരിക്കും ആള് വന്നത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ആ ബെറ്റ് തുക കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ്. തന്നെ കണ്ടാൽ ആരും തന്നെ ചാലഞ്ച് ചെയ്യത്തില്ല എന്നും ഹീറോക്ക് 100% ഉറപ്പാണ്. സോ ഇവിടെ പണവുമായി ഡാൽട്ടൺ പോകുന്ന സമയത്ത് ബെറ്റ് വെച്ച് പണം നഷ്ടപ്പെട്ട ഒരുത്തൻ ദേഷ്യത്തിൽ ഡാൽട്ടന്റെ അടുത്ത് വന്ന് പെട്ടെന്ന് ഡാൽട്ടന്റെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തുകയാണ്. കത്തി കൊണ്ട് കുത്തേറ്റെങ്കിലും ഡാൽട്ടൺ അവിടെ അവരെ നോക്കി കല്ലുപോലെ നിൽക്കുകയാണ്. ഇത് കണ്ട് അവന് തന്നെ പേടിയായി. അവൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഡാൽട്ടൺ സ്വയം ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടി തന്റെ കാറിനെ ഡിക്കി തുറന്നു. സോ ആ സമയമാണ് ഡാൽട്ടനെ കാണാനായി ഫ്രാങ്കി വന്നത്. ഡാൽട്ടനെ കുത്തേറ്റത് കണ്ട് പുള്ളിക്കാരി ശരിക്കും പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ ആംബുലൻസ് വിളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്ലീസ് വേണ്ട, ഇത് എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ് സ്വയം കുത്തേറ്റ സ്ഥലത്തെ ഹീറോ പ്ലാസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷം പുള്ളിക്കാരി വന്ന കാര്യം പറഞ്ഞു. അതായത് ഞാൻ ഗ്ലാസ്കി ഐലൻഡിൽ റോഡ് ഹൗസ് എന്ന ഒരു ബീച്ച് സൈഡ് ബാർ നടത്തുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് ചിലർ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് ഒരു ബൗൺസറിനെ അന്വേഷിക്കുകയാണ്. ഞാൻ കാർട്ടറിനെ അന്വേഷിച്ചാണ് ആക്ച്വലി ഇവിടെ വന്നത്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി കാർട്ടറിനേക്കാൾ യോഗ്യൻ താങ്കളാണ്. താങ്കൾക്ക് പണത്തിന് അത്യാവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ ഫൈറ്റിന് വന്നത് എന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച $5000 തരും, ഒരു മാസം $20,000. അത് നല്ലൊരു ഓഫർ ആണെങ്കിൽ കൂടി ഡാൽട്ടൺ അതിന് തയ്യാറല്ലായിരുന്നു. സോറി, എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ കാർട്ടറിനെ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ കാറിൽ കയറുകയാണ്. എന്നാൽ ഫ്രാങ്കി തന്റെ കോണ്ടാക്ട് കാർഡ് ഹീറോക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ഹീറോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോ ഭയങ്കര ദേഷ്യക്കാരനാണ്. അതായത് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം പിടിച്ചാൽ അത് തനിക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഹീറോന്റേത്. അതേപോലെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഹീറോക്ക് ജീവിതം മടുത്ത പോലെയാണ്. അങ്ങനെ ഇവിടെ ഹീറോ കാർ എടുത്തു പോകുന്ന സമയത്ത് റെയിൽവേ ഗേറ്റ് അടച്ചതായി കാണാം. അങ്ങനെ ഹീറോ ജീവിതം അവസാനിപ്പിക്കാനേ തീരുമാനിച്ചു. കാർ റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ട്രെയിൻ എത്താനായ സമയത്ത് ഹീറോന്റെ മനസ്സ് മാറി. അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹീറോ കാർ മുന്നോട്ടേക്ക് പെട്ടെന്ന് എടുക്കുകയാണ്. ട്രെയിൻ കാറിൽ ഇടിച്ചെങ്കിലും ഹീറോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഓക്കെ, അതിനുശേഷം ഹീറോ ഫ്രാങ്കിയെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ ജോലി ഏറ്റെടുക്കാനായി ഗ്ലാസ്കി എന്ന ഐലൻഡിലേക്ക് ഹീറോ യാത്ര പുറപ്പെട്ടു. സോ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഹീറോ ഗ്ലാസ്കി ഐലൻഡിൽ വന്നിറങ്ങി. അവിടെ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടു മുന്നിൽ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട്. ആ ബുക്ക് ഷോപ്പ് നടത്തുന്നത് ചാർലി എന്ന ഈ ടീനേജർ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അച്ഛനുമാണ്. സോ ഇതാണ് സ്റ്റീഫൻ എന്ന ചാർലിയുടെ അച്ഛന്. ഇവര് രണ്ടുപേരും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. പുതുതായി അവരുടെ ഐലൻഡിലെത്തിയ ഡാൽട്ടനോട് അവര് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതും. അതേപോലെ സൗജന്യമായി ഒരു ബുക്കും ചാർലി ഡാൽട്ടന് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. റോഡ് ഹൗസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവരാണ് റോഡ് ഹൗസ് ബീച്ച് ബാറുള്ള വഴി ഡാൽട്ടന് പറഞ്ഞു കൊടുത്തത്. നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഞാൻ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഡാൽട്ടൺ അവിടുന്ന് റോഡ് ഹൗസിലേക്ക് പോവുകയാണ്. അപ്പോൾ മനോഹരമായ ഐലൻഡിന്റെ ബീച്ച് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബാറാണ് റോഡ് ഹൗസ്. ഇനിയാണ് ശരിക്കുമുള്ള കഥ ആരംഭിക്കുന്നത്. കാരണം ഈ റോഡ് ഹൗസിന്റെ പേരിലാണ് ഇനി പല പ്രശ്നങ്ങളും ട്വിസ്റ്റുകളും കഥയിൽ നടക്കാനായി പോകുന്നത്. സോ അവിടെ ബാറിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഹീറോനോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാണ്. ലോറ എന്ന ഈ ബാർടെൻഡറായ ഈ സ്ത്രീ നമ്മുടെ ഹീറോനെ വെൽക്കം ചെയ്ത് ഒരു സ്പെഷ്യൽ ക്യൂബൻ കോഫി ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ആംബിയൻസ് ഒക്കെ നമ്മുടെ ഹീറോ
ഹീറോക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലോ എന്ന് ഹീറോ പറഞ്ഞപ്പോൾ എല്ലാവരും ഹീറോനെ നോക്കി ചിരിക്കുകയാണ്. കാരണം ഇതൊരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ല. എല്ലാ സാത്താന്മാരും ഒത്തുകൂടുന്ന ബാറാണ് റോഡ് ഹൗസ് എന്ന ഈ ബാർ. അവിടെ ബൗൺസർ ആയിട്ട് നല്ല ഫൈറ്റിംഗ് അറിയുന്ന ഒരാൾ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തുക കൊടുത്ത് ഫ്രാങ്കി ഡാൽട്ടനെ തന്നെ വിളിച്ചത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണും ഒരുപാട് വൃത്തിയോട്ടന്മാരാണ് വന്ന് തല്ലുണ്ടാക്കുന്നത്. ഇതിവിടെ സ്ഥിരമാണ്. ഈ ബാറിൽ ഒരു ദിവസം തല്ലൊന്നും നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ലോകം അവസാനിക്കാനായി എന്നാണ്. അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കുന്നുണ്ടാവും. സോ ഇവിടെ ബാറിലേക്ക് 5 ബൈക്കിലായിട്ട് കുറച്ച് റൈഡേഴ്സ് വന്നതായി കാണാം. ഇവന്മാര് അവിടെ വരുന്നത് ഫ്രീ ആയിട്ട് മദ്യപിക്കാനും അതേപോലെ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രവുമാണ്. അതേപോലെ അവിടെ വന്ന് ഓരോ വസ്തുക്കളും തകർക്കും. അപ്പോൾ ഡെൽ എന്ന ഇവനാണ് ഈ റൈഡിംഗ് ടീമിന്റെ ലീഡർ. അവൻ കേറി വന്ന ഉടനെ അവിടെയുള്ള മദ്യക്കുപ്പികളൊക്കെ അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ബില്യാർഡ്സ് കളിക്കുന്ന ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് ഡെൽ പെരുമാറുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ ബാറിൽ തന്നെ ബൗൺസറായിട്ട് ജോലി ചെയ്യുന്ന ബില്ലി എന്ന ഇദ്ദേഹം അത് ചോദിക്കാനായി ഡെലിന്റെ അടുത്തേക്ക് ചെന്നു. ഇതൊക്കെ കണ്ടു നിന്ന് നമ്മുടെ ഹീറോ അവിടെ ചെന്ന് ബില്ലിയോട് നീ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് അവരോട് ഹീറോ മര്യാദക്ക് നല്ല രീതിയിൽ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇവിടുന്ന് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോ എന്ന് ഹീറോ പറയുകയാണ്. അപ്പോൾ ഡെലി ചോദിക്കാണ് അതിന് നീ ഏതാ? ഞാൻ ഇവിടെ വന്നത് ചില ജോലി ചെയ്ത് തീർക്കാനാ, അത് കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം. എന്നിട്ട് അവിടെയുള്ള ബില്യാർഡ്സിന്റെ വടിയൊക്കെ ഡെലി പൊട്ടിക്കുകയാണ്. നമുക്കൊന്ന് പുറത്തു പോകാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് ഹീറോ പറഞ്ഞപ്പോൾ അവന്മാര് പുറത്തേക്ക് വരാൻ തയ്യാറല്ല. പുറത്ത് കിടക്കുന്നത് നിങ്ങളുടെ ബൈക്സ് അല്ലേ എന്ന് പറഞ്ഞ് ഹീറോ പുറത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പൊ അവന്മാർക്ക് മനസ്സിലായി ഹീറോ അവരുടെ ബൈക്ക് തകർക്കാനുള്ള പുറപ്പാടിലാണ് എന്ന്. അങ്ങനെ അവർ പെട്ടെന്ന് ഹീറോന്റെ പിന്നാലെ പുറത്തേക്ക് ചെന്നു. എന്നിട്ട് ഹീറോന്റെ ആദ്യത്തെ ഡയലോഗ് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ഡെല്ല് പറയാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യം ഇവിടെ അടുത്ത് ആശുപത്രി ഉണ്ടോ എന്നാണ്. എന്തിനാണ് നിനക്ക് പോകാനാണോ എന്നൊക്കെ ഡെൽ അഹങ്കാരത്തോടെ ചോദിക്കുകയാണ്. അവന്മാർക്ക് അറിയത്തില്ലല്ലോ അവന്മാര് മൂർഖനെയാണ് ചവിട്ടുന്നത് എന്ന്. അതിനുശേഷം ഹീറോ അവന്മാരെയൊക്കെ ഇടിച്ച് പന്നിക്കിടുകയാണ്. ഈ ഫൈറ്റ് കണ്ടു നിന്ന ഫ്രാങ്കിയും ബാറിലെ മറ്റു ജോലിക്കാരൊക്കെ ശരിക്കും ഷോക്കായി. അവരാരും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടില്ല. ഫ്രാങ്കി എനിക്ക് നിന്റെ കാർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ഫ്രാങ്കിയുടെ കാർ എടുത്ത് ആ പഞ്ചറായ ഗുണ്ടകളെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഹീറോ അവർക്ക് എവിടെയാണ് ചതവുകൾ ഉള്ളത്, എന്താണ് പരിക്ക് എന്നൊക്കെ ഹീറോ പറഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാം എന്ന് പുള്ളിക്കാരി ചോദിച്ചു. ഞാനാണ് അവരെ ഈ കോലത്തിലാക്കിയത് എന്നും ഹീറോ മറുപടി കൊടുത്തു. അങ്ങനെ അവരെ ഹോസ്പിറ്റലിലാക്കി ഹീറോ പോകുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ഹീറോനെ പിന്നിൽ നിന്ന് വന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതാണ് എല്ലി എന്ന് നമ്മുടെ കഥാനായിക. സോ ഇവിടെ പുള്ളിക്കാരി ഹീറോന്റെ അടുത്ത് വന്ന് താൻ ആരാണ്, താൻ ഗുണ്ടയാണോ എന്നൊക്കെ ഹീറോനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ പുള്ളിക്കാരി ഇംപ്രസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചതും മറുപടി കൊടുത്തതൊക്കെ. പുള്ളിക്കാരി എന്തായാലും ഹീറോന്റെ വർത്താനം കേട്ട് ഇംപ്രസ്ഡ് ആയിട്ടുമുണ്ട്. ഈ സമയമാണ് എല്ലി ഹീറോന്റെ ഷർട്ടിൽ രക്തം കണ്ടത്. നീ ബ്ലീഡ് ആവുന്നുണ്ട് എന്ന് പുള്ളിക്കാരി ഹീറോനോട് പറഞ്ഞു. സോ ഇത് അന്ന് കുത്തേറ്റ് ഹീറോ തന്നെ പ്ലാസ്റ്റർ ചെയ്ത മുറിവാണ്, അത് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടിയതാണ്. അകത്തേക്ക് വാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഹീറോനെ വിളിച്ചിട്ട് പുള്ളിക്കാരി ഹീറോക്ക് കുത്തേറ്റ സ്ഥലത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് പുറത്ത് കാറിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ ഹീറോനെ സ്കെച്ച് ഇടുന്നത് കാണാം. സോ ഇവിടെ ബാറിലെത്തി ഹീറോയും ഫ്രാങ്കും സംസാരിക്കുന്നത് കാണാം. ഫ്രാങ്കി പറയാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു താമസം അറേഞ്ച് ചെയ്തു തരാം. ഏയ് വേണ്ട, അവിടെ ഉപയോഗിക്കാത്ത ഒരു ഹൗസ് ബോട്ട് ഉണ്ട്, ഞാൻ ആ ബോട്ടിൽ താമസിക്കാനായി അത് വാടക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാങ്കി പറയാണ് ഓഹ് ആ ഹൗസ് ബോട്ടോ, സംഭവം അടിപൊളിയാണ്, പക്ഷെ ഒരു മുതല ആ ഭാഗത്തുണ്ട്, സൂക്ഷിക്കണം. സോ ഇതാണ് ഹീറോ താമസിക്കാനായി പോകുന്ന ഹൗസ് ബോട്ട്. ഹീറോ അവിടെ കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരാൾ വന്ന് ഹീറോനോട് പറയുന്നുണ്ട് സൂക്ഷിക്കണം, ഇവിടെ ഒരു മുതലുണ്ട് എന്ന്. സോ ഇവിടെ ഹീറോ പണ്ട് UFC ഫൈറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങൾ ഉറക്കത്തുനിന്ന് സ്വപ്നം കാണുകയാണ്. പെട്ടെന്നാണ് ആരോ വന്ന് വിളിച്ചത്. അങ്ങനെ ഹീറോ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അത് വേറെ ആരുമല്ല, ബാർട്ടൻഡറായ ലോറയാണ്. പുള്ളിക്കാരി ഹീറോക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിലെ ഫസ്റ്റ് നൈറ്റ്, മുതലൊക്കെ ഉണ്ടായിരുന്നു മിസ്റ്റർ ഡാൽട്ടൺ എന്ന് തമാശ രീതിയിൽ ഡാൽട്ടനോട് ലോറ ചോദിക്കുന്നൊക്കെയുണ്ട്. സോ രാവിലെ തന്നെ ഹീറോ നടക്കാനായി പുറത്തിറങ്ങി. അങ്ങനെ ചാർലിയുടെ ബുക്ക് സ്റ്റോറിൽ ഹീറോ ചെന്നു. ഡാൽട്ടനെ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ശരിക്കും സന്തോഷമായി. എന്തായി ഞാൻ തന്ന ബുക്ക് വായിച്ചോ? ഏയ് മുഴുവനും വായിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് വായിച്ചു. ചാർലി എനിക്ക് കമ്പ്യൂട്ടർ ഒന്ന് യൂസ് ചെയ്യണമായിരുന്നു, ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടോ? ആ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തു എന്ന് ചാർലി പറയുകയാണ്. അങ്ങനെ ഡാൽട്ടൺ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ പുറത്ത് 2-3 പേര് ബൈക്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. ഇത് ഹീറോ തല്ലി ആശുപത്രിയിലാക്കിയവരിൽ കുറച്ചുപേര് തന്നെയാണ് കേട്ടോ. സോ അവര് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് ചാർലി ബേസ്ബോൾ ബാറ്റ് എടുത്ത് പുറത്തു പോവുകയാണ്. അവര് അവിടുന്ന് ഓടിക്കാനായി. എന്നാൽ അവര് പ്രശ്നമാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പുറത്ത് ശബ്ദം കേട്ട് ഹീറോ പുറത്തു വന്നപ്പോൾ അവന്മാര് ഹീറോനെ കണ്ട് പെട്ടെന്ന് ബൈക്ക് എടുത്തു പോവുകയാണ്. നീ ആള് കൊള്ളാലോ, ബാറ്റൊക്കെ കൈവശമുണ്ടോ എന്ന് ഹീറോ ചോദിച്ചപ്പോൾ എനിക്ക് ഇതുപോലുള്ളവരെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ അമ്മ ഇപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞാൻ ഒരു സ്ട്രോങ് ലേഡി ആവണമെന്ന്. അമ്മ ഇപ്പൊ എവിടെയാണുള്ളത് എന്ന് ഹീറോ ചോദിച്ചപ്പോൾ എന്റെ അമ്മ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി എന്നും ചാർലി പറയുകയാണ്. സോ എന്തായാലും ചാർലി എന്ന ഈ പെൺകുട്ടിയെ ഹീറോക്ക് ഭയങ്കര കാര്യമാണ്. തന്റെ സ്വന്തം സഹോദരി പോലെയാണ് ഹീറോ ഇപ്പോൾ ചാർലിയെ കാണുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കഥയിലെ പ്രധാന
വില്ലന്മാരെ പരിചയപ്പെടാം. അപ്പോ അമിതാഭ് ബച്ചനെ പോലെ ഷേവിംഗ് ക്രീമും തേച്ചിരിക്കുന്ന ഇവനാണ് ബെൻ ബ്രാൻഡഡ്. ആ റൈഡർ ഗാങ് ഒക്കെ ഇവന്റെ കീഴിലുള്ള ഗാങ് ആണ്. ഇവനാണ് അവന്മാരെ പ്രശ്നമുണ്ടാക്കാനെ ആ ബാറിലേക്ക് നിരന്തരം അയക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അവന്മാരെ അവിടെ പുതുതായി വന്ന ബൗൺസർ ഇടിച്ച് ആശുപത്രിയിലാക്കിയെന്ന് കേട്ട ബെൻ ഇപ്പോൾ ശരിക്കും ദേഷ്യത്തിലാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും ഒരുത്തന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി വന്നേക്കുന്നു. അവൻ ആരായാലും വേണ്ട, അവനെ എന്റെ മുന്നിൽ എനിക്ക് വേണം, പോയി കൊണ്ടുപോയെന്നൊക്കെ അവന്മാരുടെ ദേഷ്യത്തിൽ ബെൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ദിവസം ബാറിലെ രണ്ടുപേര് അവിടെ പ്ലേ ചെയ്ത മ്യൂസിക്കിന്റെ പേര് പറഞ്ഞ് തർക്കമാവുകയാണ്. അവന്മാര് രണ്ടുപേരും തല്ലാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ബില്ലി അവനെ തടയാനായിട്ട് പോവുകയാണ്. എന്നാൽ ഹീറോ ബില്ലിയോട് പറയാണ്, അവന്റെ അരയിൽ കത്തിയുണ്ട്, അവൻ നിന്നെ കത്തി കൊണ്ട് കുത്താൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ കുത്താനായി അവൻ വരുന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് നിന്റെ ഒരു കാല് പുറകിൽ വെച്ച് കൈ കൊണ്ട് അവന്റെ മുഖത്ത് പഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഡാൽട്ടൺ പറഞ്ഞ ഈ ടിപ്പും വെച്ച് ബില്ലി അവന്മാരെ തടയാനായി പോവുകയാണ്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ അവൻ കത്തി പുറത്തെടുത്തു. ഹീറോ പറഞ്ഞു കൊടുത്ത ടിപ്പ് നമ്മുടെ ബില്ലി യൂസ് ചെയ്തു. അവനെ അടിച്ചത് കണ്ട് ബില്ലി തന്നെ സ്വയം പ്രൗഡായി. അതിനുശേഷം നമ്മുടെ ഹീറോ വന്ന് ഇടപെടുകയും അവന്മാരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഹീറോ ബാറിൽ വന്നതിന് ശേഷം ബാർ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം പലർക്കും മനസ്സിലായി ഇനി ഈ ബാറിൽ നിന്ന് പണ്ടത്തെ പോലെ പ്രശ്നമാക്കാൻ കഴിയത്തില്ല. അവിടുത്തെ ബൗൺസേഴ്സ് ഇപ്പോ സ്ട്രോങ് ആണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ഹീറോ തന്നെയാണ്. ഹീറോ ബാറിലെ ബില്ലി ഉൾപ്പെടെയുള്ള മറ്റു 2-3 ബൗൺസേഴ്സിനെയും സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും സ്ട്രോങ് ആണ്. ഇവിടെ ഒരു ദിവസം ഹീറോ ബാറിൽ നിന്ന് തിരിച്ച് താൻ താമസിക്കുന്ന ഹൗസ് ബോട്ടിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ ഹീറോ അന്നിടിച്ച് ഹോസ്പിറ്റലിലാക്കിയ ബൈക്കർ ഗാങ് അവിടെ പുറത്ത് വന്നതായി കണ്ടു. അവരെ നോക്കി പേടിപ്പിച്ച് ബൈക്ക് റേസ് കൂട്ടി പോവുകയാണ്. അപ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായി അവന്മാര് പക വീട്ടാനായി കാത്തിരിക്കുകയാണ് എന്ന്. സോ ഇവിടെ ഹീറോ ഉറങ്ങുമ്പോൾ വീണ്ടും പഴയ തന്നെ UFC ബോക്സിംഗ് മാച്ചസ് ഓർത്ത് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇത് സ്വപ്നം കണ്ടാണ് ഹീറോ ഞെട്ടി എഴുന്നേൽക്കാറുള്ളത്. സോ ഇവിടെ ഹീറോ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി വന്നതാണ്. അപ്പൊ അവിടെതാ ഡോക്ടർ എല്ലിയും ഉണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോ റെസ്റ്റോറന്റിൽ വന്ന പുള്ളിക്കാരിയുടെ 1-2 പരിചയക്കാര് പുള്ളിക്കാരിയോട് പുതിയ ഹെയർ സ്റ്റൈലിനെ കളിയാക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നൊക്കെയുണ്ട്. എല്ലി ഹീറോ ഇരിക്കുന്ന ടേബിളിൽ വന്ന് ഹീറോന്റെ കൂടെയിരുന്നു. ഹീറോ എന്നാൽ ഹെയർ സ്റ്റൈലിനെ കളിയാക്കുകയല്ല ചെയ്തത്, ഇത് തനിക്ക് നന്നായി ചേരുന്നുണ്ട്, ഈ സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലിയെ ഹീറോ കൂടുതൽ ഇംപ്രസ് ചെയ്തു. ഒരു ദിവസം ബാറിൽ നിന്ന് രാത്രി താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. എന്നാൽ നടന്നു പോകുമ്പോൾ ഒരു കാർ തന്റെ പുറകിൽ വരുന്നുണ്ട്. അങ്ങനെ അത് തന്നെ ഇടിക്കാനായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹീറോ പെട്ടെന്ന് മാറി കളയുകയാണ്. എന്നാൽ ആ കാർ റിവേഴ്സ് വന്ന് ഹീറോനെ ഇടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. ആ കാറും വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ആ കാർ ഓടിച്ച് വന്ന് കാറിൽ നിന്ന് പെട്ടെന്ന് ചാടിയിട്ടുണ്ട്. ആ കാർ ഓടിച്ച് വന്നത് വേറെ ആരുമല്ല, ഡെല്ലാണ്. ഹീറോനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും വെള്ളത്തിൽ വീണ ഹീറോ നീന്തി കയറി തിരിച്ച് തന്റെ ഹൗസ് ബോട്ടിലേക്ക് പോയപ്പോൾ അവിടെ ദാ ഡെല്ലുണ്ട്. തോക്കും പിടിച്ച് അവൻ ഹീറോനെ കൊല്ലാനായി പോവുകയാണ്. അവൻ ഷൂട്ട് ചെയ്തപ്പോൾ ഹീറോ പെട്ടെന്ന് മാറിക്കളഞ്ഞു. അങ്ങനെ അവന്റെ ഉന്നം തെറ്റി പിന്നീട് അവര് ഫൈറ്റ് ആവുകയും ഹീറോ അവനെ ഇടിച്ച് വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്തു. വെള്ളത്തിൽ വീണ അവനെ തോക്കും പിടിച്ച് നോക്കുകയാണ് ഹീറോ. അപ്പൊ അവൻ ചോദിക്കാണ്, നീ എന്നെ കൊല്ലുമോ എന്ന്. ഞാൻ എന്തിനു നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് തോക്ക് വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു. അവനോട് കേറി വരാനായി ഹീറോ പറയുകയാണ്. അങ്ങനെ അവൻ കയറി പിടിച്ച് ബോട്ടിലേക്ക് കേറാനായി വരുമ്പോൾ ദാ ആ മുതല അവിടെ എത്തി അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഹീറോ അവനെ പെട്ടെന്ന് പിടിച്ച് ബോട്ടിലേക്ക് കയറ്റാനായി ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും മുതല അവനെ അറ്റാക്ക് ചെയ്ത് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവരെല്ലാവരും അവന്റെ ബോഡി ബോട്ടിൽ നിന്ന് അന്വേഷിക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ ഹീറോനോട് പറയാണ്, ഇതൊക്കെ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കിട്ടാൻ പോകുന്നില്ല എന്ന്. ഒരിക്കൽ മുതല പിടിച്ചാൽ മുതല അതിന്റെ ഭക്ഷണം ഒളിപ്പിച്ചു വെക്കും. അത് മനുഷ്യർക്ക് കണ്ടെത്താൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ നിന്ന് മുതല പിടിച്ച ആരെയും ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇവിടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് ചാർലിയുടെ ബുക്ക് സ്റ്റോറിൽ പോയതാണ് ഹീറോ. എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയമാണ് ബെന്നിന്റെ ആൾക്കാർ അവിടെ വന്നത്. ആൾക്കാരെന്ന് വെച്ചാൽ 2 പേര് മാത്രം. അപ്പോ ഇവൻ ഹീറോനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ആ ബുക്ക് സ്റ്റോറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി എന്താണ് ചുറ്റിക്കളി. എന്നിട്ട് അവൻ അവന്റെ അരയിലുള്ള തോക്ക് കാണിച്ച് ഹീറോനെ വരട്ടുകയാണ്. ദാ ഇത് കണ്ടോ, മര്യാദക്ക് വണ്ടിയിൽ കയറി, എന്റെ ബോസിന് നിന്നെ കാണണം. ആരാണ് നിന്റെ ബോസ് എന്ന് ചോദിച്ചപ്പോൾ ബെൻ ബ്രാനറ്റ് എന്നവന് പറഞ്ഞു. എനിക്ക് ഇപ്പോ സമയമില്ല, പോയിട്ട് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോ നടന്നു പോകുമ്പോൾ എന്റെ കയ്യിൽ തോക്കിൽ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹീറോനെ പേടിപ്പിക്കാനായി നോക്കുകയാണ്. അപ്പോൾ ഹീറോ അവന്റെ അടുത്ത് പോയിട്ട് പറയാണ്, അതിന് നിനക്ക് വിരലുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. അതും പറഞ്ഞ് ഹീറോ അവന്റെ കയ്യിലെ വിരലുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഒടിച്ചു കളഞ്ഞു. തോക്കെടുത്ത് പൊട്ടിച്ചു കളയുകയും ചെയ്തു. കൂടെ വന്നവനോട് ഹീറോ പറയാണ്, ഇവിടെ തൊട്ടടുത്ത ആശുപത്രി ഉണ്ട്, നിന്റെ കൂട്ടുകാരനല്ലേ ഇവൻ, വേഗം അവിടെ എത്തിച്ചോ. പിന്നെ നിന്റെയൊക്കെ ബോസിന് എന്നെ കാണണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും റോഡ് ഹൗസിൽ കാണും, അവിടെ വന്ന് എന്നെ കാണാൻ പറ. സോ ഇവിടെ ഫ്രാങ്കിയുടെ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഹീറോ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, ഈ ബെനിന്റെ സംഘം കുറെ കാലമായി ഇവിടെ വന്ന് പ്രശ്നമാക്കുന്നു, ബെനിന് ഈ റോഡ് ഹൗസ് സ്വന്തമാക്കണം, അതിനു വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. സോ ഇവിടെ ബെനിന്റെ അടുത്ത്
അടുത്ത് അവര് കൊച്ചുകുട്ടികൾ വന്ന് കരയുന്നത് പോലെ വന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണ്. അതായത് ആ ബാറിലെ പുതിയ ബൗൺസർ നമ്മുടെ ഒരാളെ വെള്ളത്തിൽ മുതലൊക്കെ ഇട്ടുകൊടുത്തു, അവനെ വിളിച്ചു കൊണ്ടുവരാൻ പോയ എന്റെ തോക്ക് അവൻ കൈക്കലാക്കി എന്റെ വിരലുകൾ ഒടിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ട് ബെന്നിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയമാണ് ബെന്നിന്റെ അച്ഛൻ ബെന്നിനെ കോൾ ചെയ്തത്. സോ അച്ഛൻ ജയിലാണ്, അത് വിശദമായി പിന്നെ പറയാം. എന്തായാലും അച്ഛന്റെ കോൾ കണ്ടപ്പോൾ അത് എടുക്കാതെ തന്നെ ഫോൺ വെള്ളത്തിലേക്ക് ബെന്നി വലിച്ചെറിയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥയിലെ പ്രധാന വില്ലനെ പരിചയപ്പെടാം. അത് വേറെ ആരുമല്ല, കോണർ മെഗ്രഗർ ആണ്. ഇങ്ങേരുടെ ആദ്യത്തെ സിനിമയാണ് ഇത്. സോ നോക്സ് എന്നാണ് കോണറിന്റെ കഥാപാത്രത്തിന്റെ പേര്. സോ നോക്സ് ഇവിടെ വസ്ത്രമൊന്നുമില്ലാതെ ഒരു തെരുവിൽ നടക്കുന്നത് കാണാം. ഈ സമയം നോക്സിന് ബെന്നിന്റെ അച്ഛന്റെ കോൾ വരികയാണ്. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടാണുള്ളത് എന്ന് പറഞ്ഞ് നോക്സ് കോൾ കട്ട് ചെയ്തു. അപ്പോ ഒരുത്തൻ നല്ല അടിപൊളി ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നു. അവനെ ഇടിച്ചിട്ട് അവന്റെ ജാക്കറ്റ് മോഷ്ടിക്കുക മാത്രമല്ല ആ സ്ഥലം ഒട്ടാകെ നോക്സ് കത്തിച്ച് കളയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആളൊരു സൈക്കോ ആണ്. ബെന്നിന്റെ അച്ഛനോട് ഞാൻ വരാമെന്ന് നോക്സ് പറയുന്നുമുണ്ട്. അതായത് നമ്മുടെ ഹീറോയുമായി ഇനി നോക്സ് ആയിരിക്കും ഏറ്റുമുട്ടാനേ പോവുക. ഇവര് ഫേസ് ടു ഫേസ് വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. സോ ഇവിടെ എല്ലി ഒരു അടിപൊളി ബോട്ടുമായി ഡാൽട്ടനെ കാണാനേ വന്നു. ഇതെന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ബോട്ടാണ്, അവനൊരു പോലീസുകാരനാണ്, പക്ഷെ അവൻ എന്നെ ഈ ബോട്ട് ഉപയോഗിക്കാൻ അനുവദിക്കാറുണ്ട്. വാ നമുക്കൊരു സ്ഥലം വരെ പോകാം. അങ്ങനെ ഡാൽട്ടനെ കൂട്ടി എലി നല്ലൊരു വൈബ് സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് അവരെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് ഒരു ഐലൻഡ് ആയതുകൊണ്ട് ആർക്കും തന്നെ പാസ്റ്റ് അറിയത്തില്ല എന്നാണ് ഹീറോന്റെ വിചാരം. ഹീറോനെ കുറിച്ച് എലി ചോദിച്ചപ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാനൊരു വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ഹീറോ നടന്നു പോവുകയാണ്. ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്, എനിക്ക് നീ ആരാണെന്ന് നന്നായി അറിയാമെന്ന് എല്ലി പറയുകയാണ്. അങ്ങനെ അവിടുന്ന് അവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു. സോ ഇവിടെ നോക്സ് തന്നെ ഫെറാറി കാറിൽ ഗ്ലാസ്കി ഐലൻഡിൽ എത്തിയതായി കാണാം. എന്നിട്ട് ബെന്നിന്റെ സ്ഥലത്തേക്ക് പോവുകയും ബെന്നിന് ഇവൻ ആരാണ് എന്നൊന്നും അറിയത്തില്ല. കാരണം ബെന്നിന്റെ അച്ഛനാണ് നോക്സിനോട് ഒരു ജോലിയുണ്ട് അവിടത്തേക്ക് പോകാനായി പറഞ്ഞത്. നോക്സിനോട് ബെന്ന് അവിടുന്ന് പോകാനായി പറയുകയാണ്. എനിക്കറിയാം എന്ത് ചെയ്യണം, നിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെ നോക്സിനോട് ബെന്ന് പറയുകയാണ്. ഡാ മോനെ, ഞാൻ നിനക്ക് വേണ്ടിയല്ല നിന്റെ അച്ഛനെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്നും നോക്സ് ബെന്നിനോട് പറയുന്നുണ്ട്. സോ ഇവിടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് എലി ഡാൽട്ടനെ തന്റെ ഹൗസ് ബോട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോവുകയാണ്. എന്നാൽ ആ സമയം രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഡാൽട്ടനോട് അവരുടെ കൂടെ വരാനായി പറയുകയാണ്. ക്രോക്കോഡൈൽ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഓക്കെ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഡാൽട്ടൺ അവരുടെ കൂടെ പോകുന്നുമുണ്ട്. സോ ഇത് എലി ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. സോ ഓഫീസർ ഡാൽട്ടനെ പോലീസ് കാറിലേക്ക് കൊണ്ടുപോയത് ഷെരീഫിന്റെ അടുത്തേക്കാണ്. ഷെരീഫ് ഹീറോനെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ മര്യാദക്ക് ഈ ഐലൻഡിൽ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്റെ പേരിൽ പല വ്യാജ കേസുകൾ ചുമത്തി ഞാൻ നിന്നെ എന്നേക്കുമായിട്ട് ജയിലടക്കും. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി ഈ ഷെരീഫ് ബെന്നിന്റെ ആളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ ഷെരീഫിനോട് തർക്കുത്തരം പറയുകയാണ്. ദേഷ്യം പിടിച്ച ഷെരീഫ് ഹീറോനെ പോലീസ് കാറിൽ നിന്ന് പിടിച്ച് പുറത്തിട്ട് വെടിവെച്ച് കൊല്ലാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ എല്ലി അവിടെ എത്തി. എല്ലിയെ കണ്ടപ്പോൾ ഈ ഷെരീഫ് തോക്ക് താഴ്ത്തുന്നതും കാണാം. താൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് എല്ലി ആ ഷെരീഫിന്റെ മുഖത്ത് അടിക്കുകയും ഹീറോനെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഹീറോനോട് അദ്ദേഹം ആരാണ് എന്ന് എല്ലി പറയുകയാണ്. വേറെ ആരുമല്ല, എല്ലിയുടെ സ്വന്തം അച്ഛനാണ് ഷെരീഫ്. അച്ഛൻ പണ്ട് ബെന്നിന്റെ അച്ഛന്റെ കൂടെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായത്. എന്നാൽ ബെന്നിന്റെ അച്ഛൻ ജെറാൾഡ് ഡ്രഗ്സുമായി പിടിയിലായി ഇപ്പോൾ ജയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്റെ അച്ഛൻ ബെന്നിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ പല തവണ എന്നെ വിളിച്ചെങ്കിലും ഞാൻ അച്ഛന്റെ കൂടെ പോവാറില്ല, കാരണം അച്ഛന് നെറികെട്ട ബിസിനസ്സിൽ അംഗമാവാൻ എനിക്ക് താല്പര്യമില്ല. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്സിന്റെ ആൾക്കാർ പണി തുടങ്ങാനായി പോവുകയാണ്. അതായത് അവർ ഈ ഗ്ലാസ്കി ഐലൻഡിലെ ആൾക്കാരെ ഒഴിപ്പിക്കാനായി അവരെ ഉപദ്രവിക്കാനായി തുടങ്ങി. ആദ്യം തന്നെ രണ്ടുപേരും മണ്ണെണ്ണയുമായി നമ്മുടെ ചാർലിയുടെ ബുക്ക് സ്റ്റോറിൽ കയറി പോകുന്നത് കാണാം. അവരെ കണ്ട് ചാർലിയും അച്ഛനും ഭയന്ന് നിൽക്കുകയാണ്. ഇവിടെ റോഡ് ഹൗസ് ബാറിൽ ഡാൽട്ടൺ ഇരിക്കുകയാണ്. അപ്പോൾ ദാ അവിടെ വന്നത് ആരാണെന്ന് നോക്കൂ, വേറെ ആരുമല്ല, ബെന്നാണ്. ബെന്നി ഹീറോനോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ആ സംസാരത്തിലും ഒരു ഭീഷണിയുണ്ട്. നീ ഒരു UFC ബോക്സർ ആയിരുന്നു അല്ലെ, എന്തിനാണ് നിന്നെ ബാൻ ചെയ്തത്? ഓ നീ പറയണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് നിന്റെ ലാസ്റ്റ് മാച്ച് യൂട്യൂബിൽ കാണുകയായിരുന്നു. ദാ നീ ഇത് നോക്കിയേ, അവൻ നീ ഓൾറെഡി നോക്കൌട്ട് ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും അവനെ പഞ്ച് ചെയ്തത്? അപ്പോ നിന്റെ ഉദ്ദേശം അവനെ കൊല്ലുക എന്ന് തന്നെയാണ്, അല്ലാതെ അറിയാതെ പറ്റിയതൊന്നുമല്ല അല്ലേ മിസ്റ്റർ ഡാൽട്ടൺ? അപ്പോൾ ഡാൽട്ടൺ ഇതൊക്കെ കേട്ട് ശരിക്കും സൈലന്റ് ആയി. നമ്മൾ പറഞ്ഞതാണ് ഡാൽട്ടൺ ദിവസവും ആ സംഭവത്തെ കുറിച്ച് സ്വപ്നം കണ്ടാണ് പേടിച്ച് എഴുന്നേൽക്കുന്നത്. ആ സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഡാൽട്ടൺ തളർന്ന പോലെയാവും. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഡാൽട്ടന്റെ അടുത്ത് ഈ കാര്യങ്ങൾ ബെൻ ഓർമ്മിപ്പിച്ചത്. ബെൻ എന്തായാലും അതൊക്കെ പറഞ്ഞു പോവുകയാണ്. ബെന്ന് പോയതിനു ശേഷം ഇനി നമ്മുടെ നോക്സിന്റെ പെർഫോമൻസ് ആണ്. ഗുണ്ടകളുടെ നോക്സ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ് നോക്സും ഗുണ്ടകളും ബാറിലേക്ക് കയറി ചെല്ലുകയാണ്. പിന്നെ നോക്സ് അവിടെ വന്ന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ തന്റെ കയ്യിലുള്ള ഗോൾഫ് ബാറ്റ് വെച്ച് കാണുന്ന സകല സാധനങ്ങളും അടിച്ചു പൊട്ടിക്കാനേ തുടങ്ങി. അതിനുശേഷം മുന്നിൽ ആരെയാണോ കിട്ടുന്നത് അവരെയൊക്കെ നോക്സും ആൾക്കാരും തല്ലി ഓടിക്കാനേ തുടങ്ങി. അങ്ങനെ ആ ബാറിൽ ഭയങ്കര വലിയ വയലൻസ് തന്നെയാണ് നടക്കുന്നത്. നോക്സ് ഒച്ചത്തില്
ഡാൽട്ടൺ നീ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദാ ഡാൽട്ടൺ നോക്സിന്റെ മുന്നിൽ ചെന്നു. ഓ അപ്പൊ നീയാണല്ലേ ഡാൽട്ടൺ. അങ്ങനെ അവരും ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും നോക്സിനെ ഡാൽട്ടൺ അടിച്ച് പഞ്ഞിക്കിടുമെന്ന്. എന്നാൽ അവര് ഫൈറ്റ് ആയെങ്കിലും നോക്സിനെ ഒന്നും ചെയ്യാതെ ബാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നമ്മുടെ ഹീറോ. അപ്പോഴേക്കും അവിടെ പോലീസൊക്കെ എത്തി. അങ്ങനെ നോക്സും കൂട്ടരും അവിടുന്ന് പോവുകയാണ്. ഹൗസ് ബോട്ടിലെത്തിയ ഹീറോ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശരിക്കും തളർന്ന പോലെ. അങ്ങനെ ഹീറോ ഇവിടെ വിടാനെ തീരുമാനിച്ചു. താൻ ഇനിയും ഇവിടെ നിന്നാല് കാര്യങ്ങൾ കൂടുതൽ വഷളാവും. സോ ഫ്രാങ്കി ഹീറോനെ കാണാനായി വന്നു. നീ പോകരുത് എന്നൊക്കെ ഫ്രാങ്കി പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഹീറോ പോകുമ്പോൾ നീ എന്താ പേടിച്ചു പോയോ എന്ന് ഫ്രാങ്കി ചോദിക്കുകയാണ്. അതെ, ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഗ്ലാസ് കീ അയണിൽ നിന്ന് ഹീറോ മടങ്ങാനായി പോവുകയാണ്. അപ്പൊ ബസ് സ്റ്റാൻഡിലേക്കാണ് ഹീറോ പോകുന്നത്. ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുന്നിലാണ് ചാർലിയുടെ ബുക്ക് സ്റ്റോർ എന്ന് നമ്മൾ ആദ്യമേ കണ്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ചാർലിയുടെ ബുക്ക് സ്റ്റോർ മുഴുവനും കത്തി നശിച്ചതായി ഹീറോ കണ്ടത്. അവിടെ എത്തി കാര്യം തിരക്കിയപ്പോൾ ചാർലിയും അച്ഛനും സേഫ് ആണ്, അവരിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് എന്ന് അവിടെയുള്ള ആൾക്കാർ ഹീറോനോട് പറഞ്ഞു. അതേപോലെ ഇത് ചെയ്തത് നോക്സിന്റെ ആൾക്കാരാണ് എന്നും ഹീറോക്ക് മനസ്സിലായി. ഈ സമയം താൻ പോകാനിരുന്ന ബസ് അവിടുന്ന് വിട്ടു. അങ്ങനെ ഹീറോ നേരെ പോയത് അവന്മാരെ കാണാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ ബെന്നും നോക്സും ഒന്നുമില്ല. എന്നാൽ ബുക്ക് സ്റ്റോർ കത്തിച്ചവൻ അവിടെയുണ്ട്. അവന്റെ കഴുത്തിൽ ഒരു ഇടി വെച്ചു കൊടുത്തപ്പോൾ അവന്റെ ശ്വാസം നിന്നു. അവൻ ഒറ്റ ഇടിയിലാണ് ചത്തത്. അവന്റെ ബോഡിയും എടുത്ത് ഹീറോ പോകുമ്പോൾ മറ്റൊരുത്തനെ കണ്ടു. എന്നിട്ട് ബെന്നും നോക്സും എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അവൻ പേടിച്ചിട്ട് പറയാണ്, അവർ എവിടെയാണുള്ളത് എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് പുലർച്ചെ 5 മണിക്ക് അവരുടെ വലിയ ഒരു തുക ബോട്ടിൽ എത്തുന്നുണ്ട്, അത് മാത്രം എനിക്കറിയാം. എന്തായാലും അവനെ ഹീറോ വെറുതെ വിട്ടു. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് ഐസ് വാങ്ങുന്നത് കാണാം, ആ ഡെഡ് ബോഡി ഇട്ടുവെക്കാൻ. ഇവിടെ ഉറങ്ങുമ്പോൾ വീണ്ടും ഹീറോ സ്വപ്നം കാണുകയാണ്. അതായത് UFC ബോക്സിംഗ് മാച്ചിൽ തന്റെ എതിരാളിയെ കൊല്ലുന്നത്. അപ്പൊ സംഭവം എന്തെന്ന് വെച്ചാൽ ഹീറോക്ക് ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്യാനാവത്തില്ല. ഹീറോ പല തവണ സ്വയം പിന്മാറാനായി നോക്കും. എന്നാൽ തന്നെ ഇങ്ങോട്ട് വന്ന് വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്താൽ അത് ഹീറോക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ആ ഫൈറ്റർ ഹീറോനെ കൂടുതൽ ട്രിഗർ ചെയ്തപ്പോൾ ഹീറോക്ക് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാനാവാതെ അവനെ നോക്കൌട്ട് ചെയ്തിട്ടും അവനെ നിർത്താതെ പഞ്ച് ചെയ്തത്. അങ്ങനെയാണ് അവൻ മരണപ്പെട്ടത്. ഇവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായത്. ഹീറോ ആ നാട് തന്നെ വിടനായി പോയതാണ്. എന്നാൽ അപ്പോഴാണ് ബുക്ക് സ്റ്റോർ കത്തിച്ചത് ഹീറോ കണ്ടത്. അങ്ങനെയാണ് ഹീറോ പോകാതെ അവിടെ തന്നെ നിന്നത്. സോ ഇവിടെ ബെന്നിന്റെ പണം ഒരു ഓഫീസർ കൊണ്ടുവരുന്നത് കാണാം. ബെന്നെ എന്തോ വലിയ ബിസിനസ് ചെയ്യാനായി പോകുന്നുണ്ട്, അതിന്റെ പണമാണ് ഇത്. സോ ഹീറോ ആ ഓഫീസറിനെ തല്ലി ബോധം കെടുത്തി പെട്ടി തുറന്നപ്പോൾ അതിൽ വലിയ തുക തന്നെയുണ്ട്. സോ ഇവിടെ ഹീറോ ഒരു ബോംബ് ആക്കുന്നത് കാണാം. എന്നിട്ട് അത് ബാഗിലിട്ട് വെച്ചു. ഈ സമയമാണ് അവിടെ ഷെരീഫ് ഹീറോനെ കാണാനായി വന്നത്. അദ്ദേഹം അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല, ഒരു സഹായം ചോദിക്കാനാണ് വന്നത്. വേറൊന്നുമല്ല, ബെന്നിന് മനസ്സിലായി പണം കൊണ്ടുപോയത് ഡാൽട്ടൺ ആണ് എന്ന്. അതേപോലെ ഡാൽട്ടൺ തന്റെ മകൾ എല്ലിയുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നും ബെന്നിന് അറിയാം. അവർ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്, നീ അവർക്ക് ആ പണം കൊടുത്താലേ അവർ എല്ലിയെ വിട്ടയക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ശരി, ഞാൻ പണം അവർക്ക് എത്തിച്ചു കൊടുക്കാം, പക്ഷെ പണം ഇപ്പോൾ ഇവിടെയില്ല, ഞാൻ തന്നെ അത് എത്തിച്ചോളാം. സോ ഇവിടെ എല്ലിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ബോട്ടും എടുത്ത് ഡാൽട്ടൺ ബെന്നിനെ കാണാനായി പോവുകയാണ്. ബെന്നിന്റെ ലക്ഷറി ബോട്ടിലേക്കാണ് ഹീറോ പോകുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ അവിടെ കാലും കയറ്റി വെച്ച് എല്ലിയുടെ അച്ഛൻ വളരെ കൂളായിട്ട് ബെന്നിന്റെ കൂടെ ഇരിക്കുന്നത് കാണാം. ബെന്നി ചോദിക്കാണ്, എന്റെ പണം എവിടെ? അപ്പോൾ ഹീറോ എല്ലി എവിടെയെന്ന് ചോദിച്ചു. എല്ലിയെ നീയാണ് തട്ടിക്കൊണ്ട് വന്നത് എന്ന് ഷെരീഫ് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഷെരീഫ് പറയാണ്, എടാ മണ്ട, നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടി ഞാൻ കളിച്ച നാടകമാണ്, അല്ലാതെ ഇവൻ എന്റെ മകളെ തട്ടിക്കൊണ്ടു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ബെന്നു പറയാണ്, അത് ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ ശരിക്കും എല്ലിയെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഷെരീഫിനും ശരിക്കും ദേഷ്യം വന്നു. ഈ സമയം അവിടെ നോക്സ് വരുന്നതും കാണാം. ഈ സമയം ഹീറോ അവരോട് പറയാണ്, ഗൈസ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക്, ഇനി നമുക്കൊരു ഷോ ആവാം എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ബട്ടൺ ഹീറോ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഹീറോ വന്ന ബോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതായത് ഹീറോ ആ ബോട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ ആ ബോട്ടിൽ നിന്ന് അവർ തട്ടിക്കൊണ്ടുവന്ന് എല്ലിയെ രക്ഷപ്പെടുത്തുകയാണ്. അവിടെയുള്ള ചെറിയ ബോട്ടിൽ കയറി എല്ലിയോട് രക്ഷപ്പെടാനായി ഹീറോ പറഞ്ഞു. എന്നാൽ എല്ലി ആ ബോട്ടിൽ കയറിയപ്പോൾ അതിലേക്ക് ബെന്നും കയറുകയാണ്. അങ്ങനെ എല്ലിയെ കൂട്ടി ബെൻ ആ ബോട്ടിൽ വിട്ടു. ഇവിടെ നോക്സ് വേറൊരു ബോട്ടുമായി ഹീറോനെ ഇടിക്കാനായി നോക്കുകയാണ്. എന്നാൽ ആ ബോട്ടിൽ ഹീറോ പിടിച്ചു കയറി. എന്നിട്ട് നോക്സിനെ ബോട്ടിൽ നിന്ന് പുറത്തിട്ടു. അങ്ങനെ ആ ബോട്ടിൽ എല്ലിയെ രക്ഷിക്കാനായി ഹീറോ ചേസ് ചെയ്ത് എല്ലിയുള്ള ബോട്ടിലേക്ക് ചാടി കയറുന്നുണ്ട്. സോ ഇവിടെ ബോട്ട് വളരെ വേഗത്തിലാണ് പോകുന്നത്. ബോട്ടാണെങ്കിൽ നമ്മുടെ റോഡ് ഹൗസിൽ ക്രാഷ് ആവാനായിട്ടും ഉണ്ട്. അങ്ങനെ എല്ലിയെ പിടിച്ചിട്ട് ഹീറോ പെട്ടെന്ന് ബോട്ടിൽ നിന്ന് ചാടി. ബെന്ന് ബോട്ടുമായിട്ട് റോഡ് ഹൗസിലേക്ക് ക്രാഷ് ആവുകയാണ്. ഇവിടെ നോക്സ് വെള്ളത്തിൽ നിന്ന് നീന്തി കയറിയത് ഒരു മെയിൻ റോഡിലേക്കാണ്. അവിടുന്ന് ഒരു കാർ നോക്സ് നിർത്തിക്കുന്നതും കാണാം. ഓക്കെ, ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ബോട്ട് ക്രാഷ് ആയെങ്കിലും ആ ക്രാഷിൽ ബെന്നിന് സാരമായ പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ബെന്നി ഹീറോനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ
എന്നാൽ പാളി. ബെന്നിനെ ഹീറോ അടിച്ചു നിലത്തിട്ടപ്പോൾ പെട്ടെന്ന് ഒരു കാറ് വന്ന് അവിടെ ഇടിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നോക്സ് ആണ്. അങ്ങനെ അവസാനം എല്ലാവരും കാത്തിരുന്ന ആ ഫൈറ്റ്, നോക്സും ഹീറോയും തമ്മിലുള്ള ഫൈറ്റ് ഒരു അടിപൊളി ഫൈറ്റ് തന്നെയാണ്. എന്നാൽ അവസാനം നോക്സ് ഹീറോനെ കത്തി കൊണ്ട് വയറ്റിൽ കുത്തുകയാണ്. അങ്ങനെ കുത്തേറ്റ് ഹീറോ നിലത്ത് കിടക്കുന്ന സമയത്ത് ബെന്നി എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ബെന്നി അവനെ കൊല്ലു എന്ന് നോക്സിനോട് പറയുകയാണ്. നിന്നോട് പല തവണ ഞാൻ പറഞ്ഞതാണ് എന്നെ പഠിപ്പിക്കാൻ വരേണ്ട. അതും പറഞ്ഞുകൊണ്ട് നോക്സ് ബെന്നിന്റെ കഴുത്ത് തിരിച്ച് ബെന്നിനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം വീണ്ടും നോക്സ് ഹീറോനെ കുത്താനായി വന്നു. എന്നാൽ ഇപ്രാവശ്യം ഹീറോ എഴുന്നേറ്റു. എന്നിട്ട് ഹീറോനെ കുത്തിയ കത്തി ഹീറോ അഴിച്ചിട്ട് ആ കത്തി കൊണ്ട് നോക്സിനെ കുത്തി താഴെ ഇടുകയാണ്. അതിനുശേഷം ഇവിടെ എല്ലിയും എല്ലിയുടെ അച്ഛനും വരുന്നത് കാണാം. എല്ലിയുടെ അച്ഛന് ഹീറോനോട് നിനക്ക് ഇവിടുന്ന് പോകാം, നിന്റെ പേരിൽ ഒരു കേസും ഉണ്ടാവത്തില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോനോട് പറയുകയാണ്. എല്ലിയും സങ്കടത്തോടെ ഹീറോനോട് ഇവിടുന്ന് പോകാനായി പറയുകയാണ്. സോ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഫ്രാങ്കി ബാറിൽ വന്നപ്പോൾ ഇതാണ് ബാറിന്റെ അവസ്ഥ. എന്നാൽ പുള്ളിക്കാരി ഇതൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. എത്രയും പെട്ടെന്ന് ബാർ റീഓപ്പൺ ചെയ്യുമെന്നും ഫ്രാങ്കി പറയുന്നുണ്ട്. സോ ബസ് കാത്ത് നമ്മുടെ ഹീറോ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ചാർലി അവിടെ ഹീറോനെ കാണണേ വന്നു. ചാർലിയോട് യാത്ര പറഞ്ഞ് ഹീറോ ബസ്സിൽ കയറി പോയതിനു ശേഷം അവരുടെ കത്തി നശിച്ച ബുക്ക് സ്റ്റോറിന്റെ അകത്തുനിന്ന് ചാർലിയുടെ അച്ഛന് ഒരു പെട്ടി കിട്ടി. ആ പെട്ടിയിൽ ഒരുപാട് കാശുണ്ട്. സോ ഇത് ഹീറോ എടുത്ത ബെന്നിന്റെ കാശാണ്. അത് ഹീറോ ചാർലിക്കായിട്ട് ആ ബുക്ക് സ്റ്റോറിൽ വെച്ചിട്ടാണ് ആ നാട്ടിനെ പോയത്. അങ്ങനെ നമ്മുടെ ഹീറോ ഗ്ലാസ് കീ ഐലൻഡിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. എന്നാൽ കഥ അവസാനിച്ചതിനു ശേഷം ഒരു സീന് കൂടി സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും അടിച്ച് ചവിട്ടി കൂട്ടിയതിനു ശേഷം നമ്മുടെ നോക്സ് അവിടുന്ന് ഇറങ്ങി പോകുന്നതാണ്. അതായത് സൈക്കോ ആയ നോക്സ് ചത്തിട്ടില്ല. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.